ഇവിടെ ഇദ്ദേഹത്തിന് വ്യത്യസ്തമായ ഒരു ക്യാമറ ലഭിക്കുന്നു. ആ ക്യാമറ ഉപയോഗിച്ച് അദ്ദേഹം ആദ്യം അയാളുടെ ഭാര്യയുടെ ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോയുടെ ഇൻസ്റ്റന്റ് പ്രിന്റ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ പുള്ളിക്കാരി ഒരു കോട്ടിട്ടതുപോലെയാണ് കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ പുള്ളിക്കാരന്റെ വൈഫ് അതേ കോട്ടുമിട്ട് മുന്നിൽ വന്ന് ഫോട്ടോ എടുക്കാൻ പറയുന്നു. അയാൾ ആകെ അന്തം വിട്ടുപോയി. രണ്ടുപേർക്കും ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. അങ്ങനെ ആ സംശയം തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ആ വീടിന്റെ ഡോറ് ഫോട്ടോ എടുക്കുന്നു. 7 വർഷം മുമ്പ് ജയിലിൽ പോയ പുള്ളിക്കാരിയുടെ അനിയൻ ആ വാതിൽക്കൽ നിൽക്കുന്നതായിട്ടാണ് പ്രിന്റ് വന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ പുള്ളിക്കാരൻ ജയിലിൽ നിന്ന് റിലീസായി ആ ഫോട്ടോയിൽ കണ്ടതുപോലെ വന്നു നിൽക്കുന്നു. അതോടെ ഈ ക്യാമറയിൽ പതിയുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ആ സമയത്ത് ടിവിയിൽ ഒരു ഹോഴ്സ് റേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടതോടെ അയാൾക്ക് ഒരു ഐഡിയ തോന്നുന്നു. അതായത് ഈ ക്യാമറയിൽ ഫോട്ടോ എടുത്താൽ അത് ഫ്യൂച്ചർ എന്താണെന്നല്ലേ കാണിക്കുക. ഈ ക്യാമറയിലൂടെ നമുക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഹോഴ്സ് റേസിൽ ജയിക്കുന്നത് ആരാണെന്ന് നമുക്ക് വേഗം മനസ്സിലാക്കാം. സോ അയാളുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ജാക്ക്പോട്ട് നേടാനാവും. അങ്ങനെ അവർ 3 പേരും കൂടി റേസ് കോഴ്സിലേക്ക് ചെന്ന് സ്കോർ ബോർഡിന്റെ ഫോട്ടോ എടുത്ത് നോക്കി ആ നമ്പറിന്റെ പേരിൽ ബെറ്റ് വയ്ക്കുന്നു. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ജാക്ക്പോട്ട് അവർ വിൻ ചെയ്യുന്നു.